Hello guys, welcome back to my YouTube channel. ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടെറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഇന്ന് റീച്ച് ചെയ്യാൻ പോകുന്നത് തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. ആൻഡ് ഓൾസോ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പർ, വാട്സപ്പ് നമ്പർ ആണ്. അപ്പോൾ എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. ബാക്കി പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നും വെച്ചിരിക്കുന്നത് പോലെ രണ്ട് പയൽസ് ആണ് വെച്ചിട്ടുള്ളത്. ദിസ് വൺ ഇസ് ദ ഫസ്റ്റ് പയൽ, ദ ഏഞ്ചൽ ഓഫ് ബാലൻസ്. നമ്പർ 48 48 ആണ് കിട്ടിയിരിക്കുന്നത്. ഒരു ഏഞ്ചലിനെ തന്നെയാണ് കാണിക്കുന്നത്. ഇറ്റ്സ് ഓൾ അബൌട്ട് ദ സ്പിരിച്വൽ മീനിങ്സ്. ലോട്ട്സ് ഓഫ് മീനിങ്സ് ഇസ് ദർ ഇൻ ദിസ് കാർഡ്. ഓക്കെ, ആൻഡ് ഓൾസോ ദിസ് വൺ ഇസ് ദ സെക്കൻഡ് പയൽ, ഫിഫ്ത്ത് ചക്ര ആർക്കേഞ്ചൽ ഗബ്രിയേൽ. ഒരു ഏഞ്ചലിനെ, ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഏഞ്ചലിനെ സൂചിപ്പിക്കുന്ന, ഒരു മെച്യൂരിറ്റീനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ്. നമ്പർ 39 ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലേത് കാർഡാണോ നിങ്ങൾക്ക് കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിക്കുന്നത് ആ ഒരു കാർഡ് ചൂസ് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കാം. ഓക്കെ, അതുപോലെ ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് ഇത് റീസണേറ്റ് ആകും. അതുപോലെ തന്നെ ഇത് ജെൻഡർലെസ് വീഡിയോ ആണ്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ കാണാം. അതുപോലെ ഏത് പ്രായക്കാർക്കും കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് പയലിലേക്ക് പോകാം, ഏഞ്ചൽ ഓഫ് ബാലൻസ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ഫസ്റ്റ് പയൽ, ദിസ് ഏഞ്ചൽ ഓഫ് ബാലൻസ് നമ്പർ 48 കാർഡ് ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? ഓക്കെ, നമുക്ക് നോക്കാം. വാട്ട് വിൽ ബി ദ സ്പ്രെഡ്. എനിക്ക് തൊണ്ടയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ചിലപ്പോൾ സൗണ്ടൊക്കെ ചിലപ്പോൾ ഇതായിട്ട് പോയേക്കാം. സോ സോറി ഫോർ ദാറ്റ്. ഓക്കെ, ഗ്രേറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ദ പേഴ്സൻ്റെ എനർജി. And also the true intention is the discovery. Okay, something special, seeking some great energy. ഒരു ഹൈ എനർജി തന്നെയാണ് നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം, നിങ്ങൾ മേ ബി ഒരുപാട് മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ടാകാം, ഈ പേഴ്സണോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ സംതിങ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. അതായത് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ടോപ്പിക് ഉണ്ടാക്കിയിട്ട് സംതിങ്, ഇപ്പോൾ വെറുതെങ്കിലും ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് നൈറ്റ്, സംതിങ് എന്തെങ്കിലും നിങ്ങൾ പറയാനായിട്ട്, ബിക്കോസ് ആ വ്യക്തിയുടെ വായിൽ നിന്നും എന്തെങ്കിലും വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. പക്ഷേ ഈ പേഴ്സൺ അത് അറിയാം. ബിക്കോസ് നിങ്ങൾ ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ ആ പേഴ്സൻ്റെ അടുത്തേക്ക് സംസാരിക്കാൻ വരികയാണ് എന്നുള്ള ആ ഒരു സത്യം, അല്ലെങ്കിൽ ആ ഒരു കാരണം ഈ പേഴ്സന് നല്ല രീതിയിൽ അറിയാം. ഓക്കെ, സോ അത് നിങ്ങൾക്കും അറിയാം. നിങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ആ പേഴ്സൻ്റെ അടുത്തേക്ക് പോകുന്നത്. പക്ഷേ എങ്കിൽ കൂടെ ഈ പേഴ്സൺ എന്താ പറയുക, ഈ പേഴ്സൺ ആ ഒരു കമ്മ്യൂണിക്കേഷന് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, പക്ഷേ ഈ പേഴ്സൺ കണ്ടുവെച്ചതിൽ വെച്ചിട്ട്, അതായത് ഈ പേഴ്സൺ ഒരുപാട് പ്രണയങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടാകണം, ഒരുപാട് റിലേഷൻഷിപ്പും കാര്യങ്ങളും, ഇപ്പം നിങ്ങളുടെ കാര്യത്തിലായാലും അങ്ങനെ തന്നെ ആയിരിക്കണം. നിങ്ങൾക്കും ഒരുപാട് റിലേഷൻഷിപ്പും കണക്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാകണം. പക്ഷേ നിങ്ങളുടെ ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ കണക്ഷൻ തന്നെയാണ്. ഒരു സ്പിരിച്വൽ കണക്ഷൻ, അറ്റ് ദ സെയിം ടൈം പാസ്റ്റ് ലൈഫ് കണക്ഷനും നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് അത് മനസ്സിലാകുന്നുണ്ട്. ബിക്കോസ് ഈ വ്യക്തിയുടെ ഡ്രീംസിലൂടെ ആയാലും നിങ്ങളുടെ ഡ്രീംസിലൂടെ ആയാലും, അതായത് സ്വപ്നങ്ങളിലൂടെ നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ പോലും അറിയാതെ കണക്റ്റഡ് ആയി പോകുന്നുണ്ട്. ഓക്കെ, മറക്കാൻ ശ്രമിക്കും തോറും കൂടുതൽ കൂടുതൽ മനസ്സിലേക്ക് നിങ്ങളുടെ രണ്ടുപേരുടെയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചിന്തകൾ ഹൈ വൈബ്രേഷനോട് കൂടി, ഓക്കെ, ഭയങ്കര ഹൈ വൈബ്രേഷനോട് കൂടി നിങ്ങൾ രണ്ടുപേരുടെയും മനസ്സിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന അവസ്ഥയാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ വളരെയധികം എക്സൈറ്റഡ് ആണ്. ബിക്കോസ് വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഇൻ ദിസ് റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിലുള്ള ഒരു സ്പെഷ്യലായിട്ട് കിടക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ ഈ പെൺകുട്ടിയായിട്ട് അല്ലെങ്കിൽ ഈ ആൺകുട്ടിയായിട്ട് എനിക്ക് എന്ത് ബന്ധമാണുള്ളത്, സംതിങ്, എന്തോ ഒരു ഡീപ്നെസ് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ മറക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. ബ്ലോക്ക് ആക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ചിലപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ട് പോകും. ബട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും അൺബ്ലോക്ക് ആക്കും. ബിക്കോസ് പേടിയാണ് ഈ പേഴ്സന് ഭയങ്കര പേടിയുണ്ട് നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ളത്. അതായത് നിങ്ങൾ മേ ബി ഒരു
ഒരു 6 മാസം മുതൽ ഒരു 3 വർഷം വരെയൊക്കെ ആയിട്ടുണ്ടാകണം ഈ പേഴ്സന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഈ പേഴ്സന് ചില പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു പ്രോബ്ലം കാര്യങ്ങളൊന്നും ഇപ്പോൾ ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ ആ പേഴ്സന്റെ അവസ്ഥ, അതായത് എനിക്കിപ്പോൾ പറ്റുന്നില്ല എന്നുള്ളത് ഈ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് മനസ്സിൽ ഈ പേഴ്സൺ പറയുന്നുണ്ട്. ബിക്കോസ് എനിക്ക് പറ്റുന്നില്ല, എനിക്ക് നീയായിട്ട് ഒരുമിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യ പ്രകാരം എനിക്കതിന് സാധിക്കുന്നില്ല എന്ന് ഈ പേഴ്സൺ വളരെയധികം വിഷമത്തോടു കൂടി തന്നെയാണ് അത് പറയുന്നത്. ഓക്കെ, അത് മേ ബി നിങ്ങളുടെ ഫോട്ടോ നോക്കിയായിരിക്കാം പറയുന്നത്, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മാനിഫെസ്റ്റേഷൻ പോലെ, അല്ലെങ്കിൽ ഒരു സ്വപ്നത്തിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് ഈ പേഴ്സണ് പറയാനുള്ള ആഗ്രഹങ്ങൾ, പറയാനുള്ള കാര്യങ്ങൾ ഈ പേഴ്സൺ പറയുന്നുണ്ടാകാം. നേരിട്ട് വന്ന് പറയാനുള്ള ധൈര്യം ഈ പേഴ്സൺ കാണിക്കുന്നില്ല. ദിസ് ഇസ് ബിക്കോസ് ഈ പേഴ്സണ് പേടിയുണ്ട്. ഓക്കെ, ഭയമുണ്ട്. കാരണം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓൺ ദ സ്പോട്ടിൽ ഈ പേഴ്സൺ ഉപേക്ഷിച്ചിട്ട് പോകുമോ, അല്ലെങ്കിൽ ജസ്റ്റ് ബ്ലോക്ക് ആക്കി പോകുമോ, അകന്നു പോകുമോ എന്നുള്ള ഒരു ടെൻഷൻ, ഭയങ്കരമായിട്ടുള്ള ആ ഒരു നഷ്ടപ്പെടലിന്റെ ആ ഒരു വേദന, അത് ഈ പേഴ്സണ് നല്ല രീതിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഒരു ഫ്രീസ് മോഡിലാണ്. അതായത് ഒരു തണുത്തുറഞ്ഞു നിൽക്കുന്ന, പ്രത്യേകിച്ച് ഫീലിങ്സ് ഒന്നുമില്ല, ഒരു ന്യൂട്രൽ ഇതിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. ഒരുപാട് സങ്കടവും ഇല്ല, എന്നാൽ ഒരുപാട് സന്തോഷവും ഇല്ല. ബിക്കോസ് ഈ പേഴ്സൺ കൺട്രോൾ ചെയ്യാണ്. കാരണം ഈ പേഴ്സൺ ചിന്തിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നിങ്ങളിലേക്ക്, കാരണം നിങ്ങളിലേക്ക് ഈ പേഴ്സൺ അട്രാക്റ്റഡ് ആകും. അത് ഈ പേഴ്സണ് 100% ഷുവറാണ്, ഇത് ഉറപ്പാണ്. ബിക്കോസ് നിങ്ങൾ അത്രയും ബ്യൂട്ടിഫുൾ ആയിരിക്കണം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് റീൽസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണോ എന്താണെന്ന് അറിയില്ല, ഒരുപാട് ക്രഷൊക്കെ ഉള്ള ആൾക്കാരായിട്ട് കാണിക്കുന്നു. നിങ്ങൾ അത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ള, വളരെ ഒരു ഹോട്ട് ആയിട്ടുള്ള ആൾക്കാരായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ അറിയാം, 2 ദിവസം അടുപ്പിച്ച് അല്ലെങ്കിൽ കുറച്ച് നേരം ഈ പേഴ്സൺ നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഈ പേഴ്സൺ നിങ്ങളുടെ വലയിൽ വീണു പോകും, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും അട്രാക്റ്റഡ് ആകും എന്നുള്ള കാര്യം ഈ പേഴ്സണ് ഉറപ്പാണ്. ഈ പേഴ്സൺ അത് ഉറപ്പാണ്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെയാണ് ഈ പേഴ്സൺ മനഃപൂർവ്വം നിങ്ങളിൽ നിന്നും അകലാൻ ശ്രമിക്കുന്നതും, അല്ലെങ്കിൽ വളരെ ചുരുക്കം വാക്കുകളോട് കൂടി ചാറ്റ് അവസാനിപ്പിക്കുന്നതും. ഓക്കെ, നിങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ, ചാറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോളിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ ചുരുക്കം ചില വാക്കുകളോട് കൂടി ആ ഒരു കമ്മ്യൂണിക്കേഷൻ അവസാനിപ്പിക്കാൻ നോക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. പക്ഷെ ഈ പേഴ്സണ് ഭയമാണ്, ഈ പേഴ്സണ് വിട്ടുകൊടുക്കാൻ താല്പര്യമില്ല. എന്നാൽ കമ്മിറ്റ്മെന്റിലേക്ക് വരാനും ഈ പേഴ്സണെ സ്റ്റക്കായിട്ട് നിർത്തിയിരിക്കുന്ന അവസ്ഥയാണ് കാണിക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സും അതുപോലെ യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സും കാണിക്കുന്നുണ്ട്. ബിക്കോസ് ദ ഗ്രേറ്റ് ഗ്രാറ്റിറ്റ്യൂഡാണ്. അതായത് ഈ പേഴ്സന്റെ മനസാക്ഷി, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ മനസ്സിൽ നോക്കുകയാണെങ്കിൽ ഈ പേഴ്സൺ ഇന്നും വളരെ ആത്മാർത്ഥതയോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ഈ പേഴ്സൺ നന്ദിയാണ് പറയുന്നത്. അതായത് നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് എനിക്ക് തന്നതിന്, എൻ്റെ ലൈഫിലേക്ക് വന്നതിന് ഞാൻ എൻ്റെ യൂണിവേഴ്സിനോട് ഞാൻ നന്ദി പറയുന്നു എന്ന് തന്നെയാണ് ഈ പേഴ്സൺ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഗ്രാറ്റിറ്റ്യൂഡ് ഈ പേഴ്സൺ നല്ല രീതിയിൽ യൂണിവേഴ്സിലേക്ക് അറിയിക്കുന്നുണ്ട്, നന്ദി പറയുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിന്റെ സപ്പോർട്ട് ഈ പേഴ്സണ് ലഭിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾക്ക് പ്രപ്പോസൽസ് ഒക്കെ നോക്കുന്നുണ്ടാകണം, പക്ഷെ അതൊന്നും ശരിയാവാത്ത അവസ്ഥ കാണിക്കുന്നുണ്ട്. കാരണം അത് ഈ പേഴ്സണ് സപ്പോർട്ട് കിട്ടുന്നത് കൊണ്ടാണ്, യൂണിവേഴ്സിന്റെ ആ ഒരു എനർജി ഈ പേഴ്സണെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ്. നിങ്ങൾക്ക് മേ ബി ജാതകപ്രകാരം എന്തെങ്കിലും പ്രശ്നങ്ങളോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കല്യാണാലോചനകളൊക്കെ വരുന്നുണ്ടാകാം, പക്ഷെ അതൊക്കെ മുടങ്ങി പോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ അതൊന്നും ശരിയാവാത്ത അവസ്ഥ, അതൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് എവിടേക്കോ ഈ പേഴ്സൺ ഒരു ഗാർഡിയൻ ഏഞ്ചൽ ഈ പേഴ്സണെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഗൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഈ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നത് ബി പേഷ്യൻ്റ് എന്നാണ്. അതായത് സമാധാനത്തോടു കൂടി ക്ഷമയോടുകൂടി ഇരിക്കാനാണ് ഈ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ആൻഡ് ഓൾസോ ഈ പേഴ്സണ് ഫാമിലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിക്കുന്നു. ആൻഡ് ഓൾസോ നിങ്ങളായിട്ടുള്ള ഒരു ഫാമിലിയും ഈ പേഴ്സൺ സ്വപ്നം കാണുന്നുണ്ട്. ഓക്കെ, നമുക്ക് കാണാൻ പറ്റും, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാർഡാണ് അല്ലേ. ഇത് നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു ഇതാണ്. അതായത് ഈ പേഴ്സന്റെ മനസ്സിൽ നിങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ് ഒരു വീട്, ദെൻ ആനിമൽസ്, ദെൻ കുട്ടികൾ ഒക്കെ ആയിട്ട്, മേ ബി ഗേൾ ചൈൽഡിനെ കൂടുതലും ഇഷ്ടമുള്ള പെൺകൊച്ചുങ്ങളെ കൂടുതൽ ഇഷ്ടമുള്ള വ്യക്തിയായിരിക്കണം.
ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം നമുക്കൊരു മോള് മതി, അല്ലെങ്കിൽ പെൺകുട്ടി വേണം എന്നുള്ളത്. ബിക്കോസ് ആ ഒരു ഫാമിലി ഇതാണ് ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ചിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ എന്തായാലും വെറുതെ വിടത്തില്ല നിങ്ങളെ. അതായത് വെറുതെ അങ്ങോട്ട് ബ്രേക്കപ്പ് പറഞ്ഞ് പോകാൻ ഈ പേഴ്സൺ തയ്യാറല്ല. ബിക്കോസ് ഈ പേഴ്സൺ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുണ്ട്, മാനിഫെസ്റ്റേഷൻ ടെക്നിക്സുകൾ യൂസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ കുറിച്ചിട്ട്. ആൻഡ് ഓൾസോ ദ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് ഈ പേഴ്സണെ കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ എന്തും ആയിക്കൊള്ളട്ടെ, ഈ പേഴ്സണെ നാളെ ഈ പേഴ്സണെ നോക്കിയിട്ട് പലതരത്തിലുള്ള ഡെവലപ്മെന്റ്സ് അല്ലെങ്കിൽ പലതരത്തിലുള്ള സക്സസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ പേഴ്സണെ കാത്തിരിക്കുന്നുണ്ട്. ഓക്കെ, അത് ചിലപ്പോൾ ഈ പേഴ്സൺ മേ ബി ഒരു ഫിലിം ഡയറക്റ്റ് ചെയ്യുന്ന വ്യക്തിയോ, അല്ലെങ്കിൽ ഫിലിം അങ്ങനെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയോ, അല്ലെങ്കിൽ സിംഗർ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന പേഴ്സൺ, അല്ലെങ്കിൽ ചെറിയൊരു മൂലധനത്തിൽ നിന്നും ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകണം. പക്ഷെ നാളെ നല്ല രീതിയിലുള്ള ഒരു ഡെവലപ്മെന്റ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ നാളെ ഒരു വിജയം കാത്തിരിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ്. ഓക്കെ, പരാജയമൊന്നുമല്ല ഈ വ്യക്തിയുടെ ജീവിതം. ഇപ്പോഴത്തെ അവസ്ഥ കുറച്ച് മോശമാണ്. കമോൺ ബേബി ആൻഡ് ഗീവ് മി എ ഹഗ്. ഓക്കെ, വളരെ റൊമാൻറ്റിക് ആയിട്ടൊക്കെ ഈ പേഴ്സൺ വളരെ എന്താ പറയുക ചിന്തിക്കുന്നുണ്ട്. ഐ ഹാവ് സംതിങ് സോ സ്പെഷ്യൽ പ്ലാൻഡ്. ഓക്കെ, ആൻഡ് ഓൾസോ യെസ് ദ ടീച്ചർ. ഓക്കെ, പൊളിറ്റീഷ്യൻ. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പ്രവർത്തിക്കുന്ന ഒരു പേഴ്സൺ ആണ്. പൊളിറ്റീഷ്യൻ, ദെൻ ലെറ്റർ എഫ്, ഗ്രേറ്റ് മാനിഫെസ്റ്റേഷൻ. ഓക്കെ, മാനിഫെസ്റ്റേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 1999. ഓക്കെ, ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ് എന്ന് പറയുന്നത്. സോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. അപ്പോൾ പേഴ്സണൽ റീഡിങ് താല്പര്യം ഉണ്ടെങ്കിൽ ഈ വാട്സപ്പ് നമ്പറിൽ എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. ബാക്കി പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം വാട്സപ്പ് നമ്പർ. ആൻഡ് ഓൾസോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് റീസണേറ്റ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്ത്, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു സെക്കൻഡ് പൈൽ ദിസ് ഫിഫ്ത്ത് ചക്ര ആർക്കേഞ്ചൽ ഗബ്രിയേൽ. യെസ്, ഭയങ്കര ഒരു വാട്ടർ എനർജി ആൻഡ് ഓൾസോ ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജിയാണ് നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് നോക്കാം വാട്ട് വിൽ ബി ദ സ്പ്രെഡ്. ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, വാട്ട് ദേ ആർ ട്രൈങ് ടു ടെൽ യു. യെസ്, ദ ഇന്റൻഷൻ, ദ ഹോണറിങ് പാത്ത്. ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. ഓക്കെ, ദിസ് ഇസ് ദ സ്പ്രെഡ്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നതും മീൻസ് നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചിട്ട് ആലോചിക്കുമ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾ മേ ബി എന്നല്ല, മസ്റ്റായിട്ടും ഭയങ്കര ബോൾഡ് ആൻഡ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആൾക്കാരായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഭയങ്കര ചെറിയ കാര്യത്തിലൊന്നും അങ്ങനെ തളർന്ന് വീഴില്ല. വളരെ ബോൾഡ് ആയിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടറുള്ള സ്ത്രീകളെയാണ് എനിക്കിവിടെ കൂടുതലും കാണാൻ പറ്റുന്നത്. ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ കാര്യം കേട്ടോ പറയുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള, മേ ബി നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ട്രോമറ്റിക് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാകണം. അതായത് മാനസിക വിഷമങ്ങൾ, മാനസിക ബുദ്ധിമുട്ടുകൾ, ജീവിത പരാജയങ്ങൾ. ഓക്കെ, അല്ലെങ്കിൽ ചെറുപ്പത്തിൽ അച്ഛൻ ഉപേക്ഷിച്ച് പോവാ, അമ്മ ഉപേക്ഷിച്ച് പോവാ, അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ സംതിങ് എന്തൊക്കെയോ നഷ്ടപ്പെട്ടിട്ട് അങ്ങനെ പൊരുതി ഫൈറ്റ് ചെയ്ത് ലൈഫിൽ വിജയിച്ച ആൾക്കാരുടെ ഒരു കൂട്ടം ആൾക്കാരുടെ എനർജിയാണ് എനിക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ സംതിങ് ഒരു ഭയങ്കര ബോൾഡ് ആൻഡ് സ്ട്രോങ് ആയിട്ടുള്ള സ്ത്രീകളായിട്ടാണ്, ഒരു മൂർച്ചയേറിയ വാളെന്നൊക്കെ പറയില്ലേ, വളരെ ഷാർപ്പായിട്ടുള്ള വ്യക്തികൾ. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ നല്ലൊരു സ്ഥാനത്തൊക്കെ ഇരിക്കുന്നുണ്ട്. മേ ബി നിങ്ങളൊരു ലോയർ ആയിരിക്കാം, അല്ലെങ്കിൽ പോലീസ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രിൻസിപ്പൾ, സംതിങ് ഒരു ഹൈ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നിങ്ങളിപ്പോൾ എത്തി. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തൊക്കെയാണോ അനുഭവിച്ചത് അതിനൊക്കെ പ്രതിഫലമായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു അനുഗ്രഹമായിട്ട് നിങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് വളരെയധികം ഹൈ പൊസിഷനിൽ തന്നെയാണ്. ഓക്കെ, അത് നിങ്ങളെ തേടിയിട്ട് ഒരുപാട് എന്താ പറയുക, ഇനിയും ഒരുപാട് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കരിയർ പരമായിട്ടുള്ള ഉയർച്ച തന്നെയാണ് അത്.
മറ്റുള്ളവരുടെ മുന്നിൽ ബഹുമാനിക്കപ്പെടുക, ആ ഒരു രീതിയാണ് നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിക്ക്, നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ വലിയ കാര്യമാണ്. ഓക്കെ, ബിക്കോസ് നിങ്ങളെ ആലോചിക്കുമ്പം ഈ പേഴ്സന്റെ ഭയങ്കര സന്തോഷവും ഭയങ്കര കോൺഫിഡൻറ്റും വളരെയധികം സമാധാനവുമാണ്. ബിക്കോസ് നിങ്ങളെയാണ് ഈ പേഴ്സൺ റോൾ മോഡൽ ആക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, ഈ പേഴ്സൺ മേ ബി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരിക്കാം ഈ പേഴ്സന്റെ ലൈഫിൽ. പക്ഷെ ഈ പേഴ്സൺ തോറ്റുപോയി എന്ന് വിചാരിക്കുന്ന സമയത്തൊക്കെ ഈ പേഴ്സൺ സത്യം പറഞ്ഞാൽ ഒരു മാലാഖയെ പോലെ, അല്ലെങ്കിൽ ഒരു ദൈവത്തെ പോലെ, അല്ലെങ്കിൽ ഒരു റോൾ മോഡൽ ആയിട്ട്, ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് മനസ്സിൽ വിചാരിക്കുന്നത് നിങ്ങളെ തന്നെയാണ്. നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ പേഴ്സണ് ഭയങ്കര സന്തോഷവും സമാധാനവും ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് ഈ പേഴ്സണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സണ് നിങ്ങൾ എന്ന് പറയുന്നത് സ്പെഷ്യലാണ്. ആൻഡ് ഓൾസോ ഇവിടെ ജീസസിനെയും അതുപോലെ ബുദ്ധനെയും ബുദ്ധനെയും ഒക്കെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ദൈവങ്ങളുടെ അനുഗ്രഹം വളരെയധികം, അതായത് ഇപ്പൊ ബുദ്ധനെയൊക്കെ, ബുദ്ധിസം ആ ഒരു രീതിയൊക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രാർത്ഥനകൾ, ഹീലിംഗ് കാര്യങ്ങൾ, പ്രക്രിയകൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വളരെയധികം വർക്കൗട്ടായി തുടങ്ങിയിട്ടുണ്ട്. അതായത് നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് കാണിക്കുന്നു. നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് ഇപ്പോൾ നിങ്ങളുടെ കൺമുന്നിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങളുടെ പുറകിൽ നിന്നും ആ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അതുപോലെ ജീസസിനെ പ്രാർത്ഥിക്കുന്ന ആൾക്കാർ നന്നായി ബൈബിള് വായിക്കുകയും അതുപോലെ വചനങ്ങൾ അതുപോലെ ഏറ്റെടുക്കുകയും, അതായത് വെറുതെ ഇരുന്ന് വായിക്കലല്ല ഉദ്ദേശിക്കുന്നത്, വെറുതെ ഇരുന്ന് വായിക്കാൻ ആരെ കൊണ്ടും പറ്റും, അത് മനസ്സിരുത്തി മനസ്സിലേക്ക് ഉൾക്കൊണ്ട് വായിക്കുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് ജീസസിനെ, അതായത് യേശു ക്രിസ്തുവിനെ തന്നെ, അല്ലേ, യേശു ക്രിസ്തുവിനെ തന്നെ നമ്മുടെ പാപത്തിന് വേണ്ടിയിട്ട് ക്രൂശിൽ കയറിയ വ്യക്തിയാണ്. ഐ മീൻ ദൈവമാണ്, ദൈവപുത്രനാണ്, സൺ ഓഫ് ഗോഡ് ആണ്. അപ്പോൾ അദ്ദേഹത്തെ പ്രാർത്ഥിക്കുന്ന ആൾക്കാർക്കും വളരെയധികം വളരെയധികം പോസിറ്റീവ് വൈബ്രേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഐ മീൻ സൺ ഓഫ് ഗോഡ്, ദ മിറാക്കിൾസ്, മിറാക്കിൾസിന്റെ ഒരു രീതി നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പോൾ സ്റ്റാർട്ടപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ബൈബിൾ പാരായണമൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് വായിക്കുക. ആൻഡ് ഓൾസോ റാൻഡംലി നിങ്ങൾ വചനങ്ങളൊക്കെ എടുത്ത് നോക്കണം. നിങ്ങൾക്ക് ലഭിക്കുന്ന വചനം ഏതാണോ അത് വെച്ചിട്ട് നിങ്ങളുടെ ലൈഫായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. അതിന്റെ പൊരുൾ നിങ്ങൾ മനസ്സിലാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ബിക്കോസ് സമാധാനത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു ലൈഫിലേക്ക് മേ ബി നിങ്ങൾ സ്മൂത്ത് ഗോയിങ് റിലേഷൻഷിപ്പ് ആയിരിക്കണം ഈ പേഴ്സണായിട്ട്. വളരെയധികം ഒരു സമാധാനപരമായിട്ടുള്ള ലൈക്ക് ദിസ്, ഈ ഒരു രീതിയാണ് ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ. ബിക്കോസ് വി ഹാവ് വൺ റെയിൻബോ ആൻഡ് ഓൾസോ നമ്മൾക്ക് ഒരു മനോഹരമായിട്ടുള്ളൊരു സ്പേസ് ആണ്, ഒരു റൊമാൻറ്റിക് പ്ലേസ് ആണ് നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. സോ അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സണായിട്ട് ഒരു സ്മൂത്ത് ഗോയിങ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഔട്ടിങ്ങിനൊക്കെ പോകുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഐ മീൻ ബീച്ചിലോ അങ്ങനെ അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് പോയി, ഐ മീൻ നിങ്ങളുടെ സാഹചര്യമായിട്ട് അത് കറക്റ്റ് ആയിരിക്കണം കേട്ടോ. അല്ലാതെ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. പക്ഷെ അങ്ങനെയൊക്കെ എവിടെയെങ്കിലും ഔട്ടിങ്ങിനൊക്കെ പോകുന്നതും, ഇപ്പം നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അങ്ങനെയൊക്കെ ഒന്ന് പുറത്ത് പോയി ഒന്ന് കാം ഡൗൺ ചെയ്യുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ദ ലോട്ടസ്. ഓക്കെ, ദ ബ്യൂട്ടി മസ്റ്റായിട്ടും നിങ്ങളുടെ ബ്യൂട്ടിയെ ഇൻക്രീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ബ്യൂട്ടി മസ്റ്റായിട്ടും ഇൻക്രീസ് ചെയ്യുക. നിങ്ങളുടെ ഭംഗി, നിങ്ങളതൊക്കെ നോക്കുന്ന ആൾക്കാരാണ്, നിങ്ങൾക്ക് ധാരാളം ഹെയർ ഉള്ള വ്യക്തികളായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. മുടി ഒക്കെ നല്ല ലോങ് ഹെയർ ഒക്കെ ഉള്ള വ്യക്തികളായിട്ട് കാണിക്കുന്നു. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാം. ബിക്കോസ് ഈ പേഴ്സണ് വളരെയധികം പാഷനാണ് നിങ്ങളോട്, സ്നേഹമാണ്, അതിനേക്കാൾ ഉപരി വളരെയധികം പാഷനാണ് ഈ വ്യക്തി നിങ്ങളിൽ കാണുന്നത്. ഓക്കെ, വളരെ ഫിസിക്കൽ അട്രാക്ഷൻ, നല്ല രീതിയിലുള്ള ഒരു, അതുകൊണ്ട് തന്നെ നിങ്ങളെ ഭയങ്കരമായിട്ട് മാറ്റി നിർത്താനൊന്നും ഈ പേഴ്സൺ തയ്യാറല്ല. ബിക്കോസ് ഈ പേഴ്സണിന് സമാധാനം ഉണ്ടാവില്ല. ദിസ് ഇസ് ബിക്കോസ് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടും നിങ്ങളുടെ ഇതിൽ കാലചക്രം അനുകൂലമായിട്ട് നിൽക്കുന്നത് കൊണ്ടും പ്രതികൂല സാഹചര്യങ്ങൾ പണ്ടേ നിങ്ങളെ വിട്ടു പോയത് കൊണ്ടും നിങ്ങൾ പ്യൂരിഫിക്കേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. ദൈവമായിട്ട് നിങ്ങൾ അടുക്കുന്നുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, ഇതുപോലെ പാരായണം ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളത്
കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകാം. ബിക്കോസ് നിങ്ങളുടെ അടുത്തേക്ക് തന്നെയാണ് ബ്ലെസ്സിങ്സ് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് തരാനാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവങ്ങളും അതുപോലെ ഈ യൂണിവേഴ്സും ഇപ്പോൾ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം ഒരു സ്പിരിച്വൽ കണക്ഷൻ നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ പേഴ്സണ് വളരെയധികം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ തന്നെയാണ് ഈ പേഴ്സന്റെ ലൈഫ്. ദിസ് ഇസ് മൈ ട്രൂ ലവ് ആൻഡ് യു ആർ വെരി സ്പെഷ്യൽ ഫോർ മീ. You make my heart beat faster. Nice love messages. Great. കുറച്ചും കൂടി ബോൾഡ് ആയിട്ടുള്ള സ്ത്രീകൾ, അത് നിങ്ങളുടെ ആ ഒരു ബോൾഡ് ആൻഡ് സ്ട്രെങ്ത് ഭയങ്കര കൂളാണ്. ബി സ്ട്രോങ് ആൻഡ് ബി പേഷ്യൻറ്റ്, കാം ഒക്കെയാണ് കിട്ടിയിരിക്കുന്നത്. ദെൻ എൻഗേജ്മെന്റ് കിട്ടിയിട്ടുണ്ട്. 6 month ലവ്. മാരേജ് ഇൻ ദിസ് ഇയർ. ടുഡേ വിത്തിൻ നൈറ്റ് 11. 555 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 555, 444 ഒക്കെ നിങ്ങൾ ഡെയിലി കാണുന്നുണ്ടാകണം. നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ തന്നെയാണ് ബ്ലെസ്സിങ്സ്. സച്ച് എ സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് നിങ്ങൾ. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. അപ്പോൾ പേഴ്സണൽ റീഡിങ് വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. പിന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. ആൻഡ് ഓൾസോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. റീസണേറ്റ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്ത്, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.